ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 7ന്റെ പണി എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. കാരണം ഒരു 7ന്റെ പണി കണ്ടസ്റ്റൻസിന് വരുന്നുണ്ട്. അവർ പോലും ജന്മത്ത് കരുതി കാണൂല ഇങ്ങനെ ഒരു പണി. ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസം മുന്നേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിന്റെ കേസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഡ്രസ്സിന്റെ കേസിൽ മാത്രമല്ല, മൊത്തത്തിൽ അങ്ങനെ ഒരു സംഭവം വരികയാണ്. ഒരു ട്വിസ്റ്റാണ്, കൊള്ളാം കേട്ടോ. മുട്ടം പണിയാണ്, കണ്ടസ്റ്റൻസിന് മുട്ടം പണി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിരുന്ന് ചിരിക്കും, കണ്ടസ്റ്റൻസ് കിടന്ന് എന്ത് ചെയ്യും, വിയർക്കും. നല്ലൊരു ട്വിസ്റ്റാണ്. ഈ ബിഗ് ബോസിന്റെ ഒരു പുതിയ ഒരു വെർഷനാണ്. നമുക്കറിയാം, മൊത്തം ഇടത്തുനിന്നും വലത്തുനിന്നും മോളിൽ നിന്നും കീഴിൽ നിന്നും ഒക്കെ പണി വരുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഈ ടാസ്ക് കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവും. എന്താണ് ആ ടാസ്ക്, എന്താ സംഭവം എന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റിയത്, ഈ മുട്ടൻ പണി നമ്പർ 1 എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിന്റെ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായി ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇവർക്ക് കിട്ടണമെങ്കിൽ ഇവരൊരു ടാസ്ക് കളിച്ച് ജയിക്കണം. ഇവർക്കൊരു ടാസ്ക് ഉണ്ട്. ഈ ടാസ്കിൽ ജയിച്ചാൽ മാത്രമേ ഈ സാധനങ്ങൾ ഇവർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ മുന്നേ നിങ്ങളടുത്ത് ഈ സംഭവം ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇടുന്ന ഡ്രസ്സ് മാറി കിട്ടണമെങ്കിൽ ഒരു ടാസ്ക് കളിക്കണം. ആ ടാസ്ക് തമിഴ് BB7-ലൊക്കെ അങ്ങനെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഇപ്പൊ ഡ്രസ്സിന്റെ കേസിൽ മാത്രമല്ല, ഇപ്പൊ ഡ്രസ്സ്, ഷൂസ്, എന്തോ ആയിക്കോട്ടെ, ഇവർ പെട്ടി പാക്ക് ചെയ്ത് കുറച്ച് സാധനം ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇത് ഇവരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ടാസ്ക് കളിക്കണം. അത് ഒരു ദിവസത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതൊരു 3-4 ആഴ്ച നീണ്ടു പോകും. ഈ സാധനം ഓരോ ആഴ്ചയായിരിക്കും. ഓരോ ആഴ്ചയും തോറ്റു കഴിഞ്ഞാൽ പിന്നെ തമിഴ് ബിഗ് ബോസിലൊക്കെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം അത് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. ഒരു സാധനവും കൊടുക്കത്തില്ല, ഒറ്റ സാധനം കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇവർ കൊണ്ടുപോകുന്ന ഓർണമെന്റ്സ് ഒക്കെ ചിലത് കാണുമല്ലോ, ഇയറിങ്സ്, അല്ലെങ്കിൽ മൂക്കൂത്തി, മാല, കമ്മലെന്ന് ബ്രേസ്ലെറ്റ്, വള, ഈ സാധനങ്ങൾ ഉൾപ്പെടെ ഓർണമെന്റ്സ്, ഡ്രസ്സ്, ഷൂസ്, പിന്നെ എന്താ പറയുക, മുടിയിലൊക്കെ തേക്കുന്ന ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ അത്, മുഖത്തൊക്കെ തേക്കുന്ന ക്രീമൊക്കെ ചിലത് ഇവർ ഇതൊക്കെ ഇവർക്ക് കിട്ടണമെങ്കിൽ മൊത്തത്തിലാണ്. ഇതൊക്കെ ലക്ഷറി സാധനങ്ങളാണല്ലോ. ഈ പറയുന്നത് പോലെ റേഷനിൽ വരുന്ന സാധനങ്ങളല്ലല്ലോ. റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എന്ന റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പം നമ്മുടെ മേക്കപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ചെരുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മലും, ഇതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, ഹൈ ക്ലാസ് നിൽക്കുന്നതല്ലേ. മീൻസ് തീം സ്വർഗവും നരകവും ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ സാധനം കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തത്. കൊള്ളാം കേട്ടോ, നല്ല സംഭവമാണ്. തമിഴ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ചിലരൊക്കെ തമിഴ് ബിഗ് ബോസിനകത്ത് ഒരു ഡ്രസ്സിനകത്ത് ഒന്നും കൂടി ഇട്ടുകൊണ്ട് നിൽക്കും. ഈ ടാസ്കിനകത്ത് തോറ്റു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടുപിടിക്കല്ലേ എന്ന് കരുതിക്കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഡ്രസ്സ് മാറാമല്ലോ, ആരും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ്. ട്വിസ്റ്റ് കൊള്ളാം, നമ്മളിരുന്ന് ചിരിക്കും. അവർ കിടന്ന് മിക്കവാറും പെടും ഇത് കാണുമ്പോൾ. നല്ല രസമാണ് ഈ ടാസ്ക്. എന്ത് ലക്ഷറി സാധനങ്ങൾ ഇവർക്ക് കിട്ടണമെങ്കിലും ടാസ്ക് കളിക്കണം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്തവണ ലക്ഷറി ബഡ്ജറ്റ് ഇവർക്ക് പർച്ചേസ് ചെയ്യാനായിരിക്കത്തില്ല. ഞാനൊരു ഗസ് മാത്രം പറയുവാണേ, ഈ പർച്ചേസ് ചെയ്യാനായിരിക്കത്തില്ല. നേരത്തെ കൂട്ടി എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ കടം വാങ്ങിക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം. നിങ്ങൾ സാധാരണ നമുക്ക് 12,000 പോയിന്റ്, 13,000 പോയിന്റ് എന്നൊക്കെ പറയുമല്ലോ. ഇത്തവണ മൊത്തം പണി ആയതുകൊണ്ട് എൻ്റെ തോന്നലാണ്, പർച്ചേസ് ചെയ്യുന്നതിന് പകരം നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തവും എടുത്തോ, എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. ഇവർ മിക്കവാറും 50,000 രൂപ സാധനം വാരി പറക്കി എടുത്തിട്ട് ബിഗ് ബോസ് പറയും, നിങ്ങൾ 3 ടാസ്കുകളിൽ ജയിച്ച്, ഒരു ടാസ്ക് കളിച്ചാൽ 20,000 പോയിന്റ്, അടുത്ത ടാസ്ക് 20,000 പോയിന്റ്, പിന്നെ ടാസ്ക് 10,000 പോയിന്റ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ മൊത്തത്തിൽ നിങ്ങൾ കളക്ട് ചെയ്ത് ഈ ടാസ്കിൽ 3 കൂടെ ജയിച്ചിട്ട് ഈ ലക്ഷറി ബഡ്ജറ്റിന്റെ പോയിന്റുകൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആദ്യം സാധനം നമുക്ക് കടം വാങ്ങിച്ചിട്ട് 3 ടാസ്ക് തരും. ഈ 3 ടാസ്ക് നിങ്ങൾ ജയിച്ചിട്ട് ഈ കടം വീട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എന്തില്ല, മൊത്തത്തിൽ തരില്ല. അങ്ങനെയൊക്കെ വരും. പക്ഷെ ആ തമിഴ് ബിഗ് ബോസിലുണ്ട് ഈ സാധനം. ഞാൻ ഒരു ഗസ് അറിഞ്ഞതാണ്. ഈ സംഭവം വന്നപ്പോൾ ഇതേ സീസണിലാണ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നോക്കാം കേട്ടോ. അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരിക്കും അതും കൂടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വരാം. എല്ലാവരും ഫ്ലൈറ്റ് ഒക്കെ കയറുന്ന തിരക്കിലായിരിക്കും. ആദ്യം ഉള്ള പെർഫോമൻസ് ഷൂട്ടുകളും, അതുപോലെ തന്നെ ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആദ്യം പോകും. പിന്നീട് അവസാനം പോകുന്ന പെർഫോമൻസ് ഒക്കെ വളരെ കുറവുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അതാണ്. ബാക്കി വിവരങ്ങൾ അറിയുന്ന വഴി നിങ്ങളെ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.